സർ, പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് എന്തായാലും ആന്റോ ആന്റണി കാണത്തില്ല എന്നുള്ളത് ഉറപ്പായി. കാരണം SDP ആന്റോ ആന്റണിക്ക് മധുരം നൽകുന്ന ഒരു ചടങ്ങൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൽ വരുന്ന കമൻറ്റുകളും വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകളാണ്. ഇതിലൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അല്ല, ആന്റോ ആന്റണി UDF ആളല്ലേ, പത്തനംതിട്ട MP-യുമാണ്. അതെ, കഴിഞ്ഞ തവണ തോൽക്കേണ്ട ആളായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടാണ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ BJP അവിടെ ഇറക്കിയത്. ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് സംഭവം. സംഗതി ഇതാണ്, SDPI സ്ഥാപക ദിനത്തിൽ MP-യുടെ പത്തനംതിട്ടയിലെ ഓഫീസിലെത്തിയായിരുന്നു ഈ മധുര വിതരണം നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാനൊരു MP ആകുമ്പോൾ പലരും എന്നെ ഓഫീസിൽ കാണാൻ വരും. ഓഫീസിൽ വന്ന് അവർ മധുരം തരികയായിരുന്നു. അത് സ്വീകരിച്ച് രാഷ്ട്രീയ സഹകരണമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ UDF ആണ് ഈ PF പോപ്പുലർ ഫ്രണ്ടിനെ അല്ല, ഈ SDPI ഒക്കെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ SDPIയുടെ വോട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിലമ്പൂരിൽ മാത്രമല്ല, പാലക്കാടും SDPIയുടെ സഹകരണം. ചുരുക്കം പറഞ്ഞാൽ സാർ പറയുന്ന കോൺഗ്രസിലെ ആരും തന്നെ PFIയുടെ ഹിറ്റ് ലിസ്റ്റിലില്ല. കൂടുതൽ RSSകാരായിരിക്കും. SDPIയുടെ നല്ല സഹകരണം അഥവാ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിലമ്പൂർ ഇലക്ഷനോട് കൂടി വെട്ടിക്കാണും അവര്. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം UDFന്റെ ആരെയും തന്നെ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ വരില്ല. ആന്റോ ആന്റണി UDF വരുന്ന ആളല്ലേ, അപ്പൊ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇതര മതസ്ഥരെ നോട്ടം ഇട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയം അല്ലെ അവരുടെ അജണ്ട എന്ന് പറയുന്നത് 2047 ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതാണ്. അതില് ആന്റോ ആന്റണിയാണ്. അല്ല, അവർക്ക് കൂടുതലും ഉള്ള ശത്രുത എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടാണ് അവർക്കുള്ള ശത്രുത മുഴുവൻ. എന്നിട്ടാണ് ജൂതന്മാരെ എടുത്തിട്ട് കൊല്ലുന്നത്. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ രാഷ്ട്രം മാത്രം മതി. അതിൽ ആന്റോ ആന്റണി ഇല്ല, ആന്റണി രാജുവും ഇല്ല, VD സതീശനും ഇല്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ SDPIയുടെയൊക്കെ സഹായം ശരിക്കും ഇവർക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ട്, പാലക്കാടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ തന്നെ സഹകരണം UDFന് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ പാർട്ടികളെ ഒക്കെ തന്നെ എല്ലാ കാലത്തും ഇടത് കക്ഷികളും വലത് കക്ഷികളും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഈ നിലമ്പൂരിൽ UDFനായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പം LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഇവരുടെ സഹായം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ തള്ളാനും അത് മത തീവ്രവാദ പാർട്ടിയായിട്ട് ചിത്രീകരിക്കാനും പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ SDPI എന്ന് പറയുന്നത് ആരാണ്? SDPI അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു വകഭേദമാണിത്. പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു രാത്രി കൊണ്ട് വന്ന് അതിനെ നിരോധിച്ചു. പിന്നീട് ഒരു രാത്രിയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ എന്നുള്ള നേതാക്കന്മാരെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അവരെല്ലാം കൽത്തുറുങ്ങിനകത്ത് കിടക്കുകയാണ്. ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുകയും ചെയ്തു. ഇവർക്ക് എവിടെ നിന്നാണ് ഈ വരുമാന സ്രോതസ്? അതിനെക്കുറിച്ച് അന്വേഷണമായി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ മരവിപ്പിച്ചു. വളരെ കോടികളല്ലേ ഇവർക്ക് ബാങ്കുകളിലോട്ട് വന്ന് മറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ വിദേശ സഹായവും ഉണ്ടെന്നുള്ളതാണ്. ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ പറഞ്ഞോണം റംദാൻ ഇങ്ങനെയുള്ള നോമ്പ് കാലങ്ങളിലൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിദേശ ഫണ്ട്, സൗദി പോലുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും വിദേശ ഫണ്ടുകളാണ് ഇത്തരത്തിൽക്കാരുടെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ മറിഞ്ഞൊക്കെ പോകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ കണ്ടതാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ വധിച്ചത്. അഭിമന്യുവിനെ കൊന്നത് ആര്? ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. എന്നിട്ട് SFIക്കാർ ആ അഭിമന്യുവിനെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് ഫോട്ടോ വെച്ച് വലിയ അവരുടെ രക്തസാക്ഷിയായി എന്നുള്ള മട്ടിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയതാര്?
പോപ്പുലർ ഫണ്ടുകാരാണ്. അന്ന് ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയതിൻ്റെ പേരിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന എം.എ. ബേബി എന്താണ് പറഞ്ഞത്? ആ ചോദ്യപേപ്പറിട്ട പ്രൊഫസർ ഒരു മണ്ടൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നീട് ആലപ്പുഴയിൽ ഇവരുടെ ഒരു പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യമാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിയത്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് മൂത്ത പോപ്പുലർ ഫണ്ടുകാരൻ, ഇളമുറ പോപ്പുലർ ഫണ്ടുകാരനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അതിപ്പോ NIAയുടെ അന്വേഷണത്തിൽ വരുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കൊച്ചു കുട്ടികളെ പോലെ ഇവര് ഈ പറഞ്ഞതുപോലെ വളർത്തിയെടുക്കുന്ന രീതി, പഠിപ്പിച്ചെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. സ്വന്തം രാഷ്ട്രം, ഇസ്ലാം രാഷ്ട്രം വരണം, ഇന്ത്യയിലെ മറ്റു ഇതര മതസ്ഥരെ കൊല്ലണം എന്നുള്ള രീതിയിൽ ഇവർ പഠിപ്പിച്ചെടുത്ത് വളർത്തിക്കൊണ്ട് വരുവാണെന്നുള്ള ഓരോ NIA പല രീതിയിൽ ഇപ്പം കൊടുത്തിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ PFA നമ്മൾ അടിച്ചുപിടിച്ച് വിട്ടു, അല്ലെ PFA ഇല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ സംഘടന തന്നെയാണ് SDPI. PFAയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള എല്ലാ ലിസ്റ്റും ആർക്കാ കൊടുത്തിരിക്കുന്നത്? SDPIക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ ഇതര മതസ്ഥർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ, ഒരുപക്ഷെ ഇനി ആരൊക്കെയാണെന്നുള്ള ഇനി വരും ദിവസങ്ങൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഏകദേശത്തെ 900 സംതിങ് ആൾക്കാരെയാണ് ഇത്തരത്തിൽ ഈ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അതായത് അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന എല്ലാവരെയും, അത് മാധ്യമപ്രവർത്തകരാവാം, ഡോക്ടേഴ്സാവാം, ജഡ്ജിമാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, മന്ത്രിതലങ്ങളിലുള്ളവരുണ്ട്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളാണ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള. അപ്പോൾ അത്തരത്തിൽ ഇവർ ഈ PFA SDPAയും കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചു വരുവാണ്. ഒരു പക്ഷേ ഈ ഇടതും വലതും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ SDPA പോലുള്ള സംഘടനകളെ അവർ പരിലാളനയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തീവ്രവാദികളെ നമ്മുടെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൊലക്കയറ് കൊണ്ടുവന്ന് ഇടുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം NIA വെറുതെ ഒരു അന്വേഷണത്തെ വരുത്തില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു പഹൽഗാം ആക്രമണം ഉണ്ടായി, എവിടം വരെ എത്തി നിൽക്കുന്ന അന്വേഷണം? കേരളം വരെയുണ്ട്. ജ്യോതി മൽഹോത്ര എങ്ങനെ ഇവിടെ നിന്ന് വന്നു? ഏത് ടൂറിസ്റ്റ് ഹോമിലാണ് താമസിച്ചത്? സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ ആഹാരവും കഴിച്ച് തിന്നു കുടിച്ച് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങി. എങ്ങനെ കണ്ണൂരെത്തി? എന്തിന് കണ്ണൂരെത്തി? ഇതൊന്നും ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, റാണ കൊച്ചി വരെ എത്തി, മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള. അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദികൾ കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ളവരെ സംരക്ഷിക്കാനും സംരക്ഷിക്കപ്പെടാനും ഒക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഇടതും വലതും, ഇങ്ങനെ അവരുടെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? സുരക്ഷിതം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം രാജ്യത്തിൽ അസുരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയിലേക്കല്ലേ പോകുന്നത്? ഈ SDPI തന്നെ വലിയ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒന്നാണ്. ഇവർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നാണ് പറയുന്നത്. ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരും നിരീക്ഷണ വിധേയരാകണ. അവരും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെയും നിരോധിക്കാം. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിട്ടില്ലേ? ഇനിയും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നിരോധിക്കും. അപ്പോൾ SDPI ഇപ്പോൾ ശക്തമായ നിരീക്ഷണത്തിൽ നിൽക്കുകയാണ്. ഇവരുടെ ഈ ഇത്രത്തോളം ഫണ്ടിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ ഈ പോപ്പുലർ ഫണ്ടുകാരെ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിലുള്ള കൊച്ചു നേതാക്കന്മാരും അണികളും ഒക്കെ തന്നെ ഈ SDPIയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. അതുപോലെ പോപ്പുലർ ഫണ്ടിൻ്റെ തന്നെ അവരുടെ ഒരു വ്യായാമ കൂട്ടായ്മയാണ് MEC7. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ വളരെ ചെയ്തിട്ടുള്ളതാണ്. അത് മലബാർ പ്രദേശങ്ങളിൽ മാത്രമേ ഈ MEC7 ഉള്ളൂ, മുസ്ലിം ഏരിയയിൽ മാത്രം. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? പോപ്പുലർ ഫണ്ടിൻ്റെ തന്നെ വേറൊരു കൂട്ടായ്മ തന്നെയാണ് ഈ MEC7 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിലെ ചോട്ടാ നേതാക്കളും അണികളും ഒക്കെ തന്നെ SDPIയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഈ UDF നിലമ്പൂരിൽ നേടിയത്. അതിനെ തുടർന്നൊക്കെ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് SDPI വന്നിട്ട് ഈ മധുരം കൊടുക്കുന്നു ഈ കോൺഗ്രസ് നേതാവിന്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ആൻ്റോ ആൻ്റണി MP ഒരുപക്ഷെ NIAയുടെ നിരീക്ഷണത്തിലായിരിക്കാം.